ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും രാജേഷ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒറ്റ മാവ് കൊണ്ട് 2 തരം പലഹാരം. അതെങ്ങനെയാണെന്നല്ലേ അത് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അതായത് ആവിയിൽ വേവിച്ചെടുത്തതും എണ്ണയിൽ വറുത്തെടുത്തതും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ആദ്യം തന്നെ ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് 1 കപ്പ് റവ എടുക്കാം കേട്ടോ. 1 കപ്പ് റവ എന്ന് പറയുമ്പോൾ എൻ്റെ കയ്യിൽ വറുത്ത റവയായിരുന്നേ. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും എടുക്കാം. പിന്നെ എടുക്കുന്നത് 1/2 കപ്പ് ഗോതമ്പ് പൊടിയാണേ. ഗോതമ്പ് പൊടിയില്ലേ, 1/2 കപ്പ് ഗോതമ്പ് പൊടി. അതുപോലെ തന്നെ 1 ടീസ്പൂൺ ഏലക്കാപ്പൊടി, പിന്നെ 1/2 ടീസ്പൂൺ ഉപ്പാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് കേട്ടോ. 1/2 ടീസ്പൂൺ ഉപ്പ് നിങ്ങൾ ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക. ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക. ഇത് മധുരമുള്ളൊരു പലഹാരം ആയതുകൊണ്ട് തന്നെ ഉപ്പ് അധികം ഇടേണ്ട ആവശ്യമില്ലല്ലോ. എന്നിട്ട് ഇതെല്ലാം കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തതിന് ശേഷം ഞാനൊരു 2 ക്യൂബ് ശർക്കര ഒന്ന് പാനിയാക്കി എടുത്തിട്ട് വന്നിട്ടുണ്ട്. ശർക്കരയ്ക്ക് കളറ് കുറവായതുകൊണ്ട് തന്നെ ഞാൻ ജസ്റ്റ് കാരമലൈസ് ചെയ്തും കൂടെ കുറച്ചൊന്ന് ആഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത്ര കളറ് കിട്ടിയിരിക്കുന്നത്. ചെറിയ ചൂടോടുകൂടി നമുക്കത് ആ മിക്സ് ചെയ്തിരിക്കുന്ന റവയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ചെറു ചൂടോടുകൂടി ഒഴിക്കാവുള്ളൂ കേട്ടോ. എന്നിട്ട് നമുക്ക് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാവേ. ഇപ്പോൾ ഒരുപാട് ചൂടോടുകൂടി കൊണ്ടൊഴിക്കേണ്ട ആവശ്യമില്ല. ചെറു ചൂടോടുകൂടിയാണ് നമ്മളത് ഒഴിച്ചു കൊടുക്കാൻ. അപ്പോൾ അത് മുഴുവൻ ഒഴിച്ചു കൊടുത്ത് നമ്മൾ ഒന്ന് ഇളക്കിയെടുക്കുക കേട്ടോ. അഥവാ നിങ്ങൾക്ക് അതിന് മാവ് മീൻസ് നല്ലവണ്ണം കുഴഞ്ഞ് വന്നില്ലെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ചെറു ചൂടുവെള്ളമോ അല്ലെന്നുണ്ടെങ്കിൽ സാദാ പച്ചവെള്ളമോ ഒഴിച്ച് നിങ്ങൾക്ക് ഒന്ന് ഇതുപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ എനിക്ക് കുറച്ച് കുറവായിരുന്നു, അതുകൊണ്ട് ഞാൻ ചെറിയ ചൂടുവെള്ളം ഒഴിച്ചിട്ടാണ് പിന്നെ ഞാൻ മിക്സ് ചെയ്തെടുത്തത്. ഞാൻ പതിയെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ നല്ലവണ്ണം ഒന്ന് ഇളക്കിയെടുക്കണം. അപ്പോൾ ഇത് നല്ലൊരു പലഹാരം കേട്ടോ. ശരിക്കും പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്നൊരു പലഹാരമാണ്. നമ്മുടെ കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോഴത്തേനും നമ്മളൊന്നും കൊടുക്കാനില്ലാതെ വിഷമിച്ചിരിക്കുമ്പോഴേ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി കൊടുക്കാൻ പറ്റിയൊരു സംഭവമാണ് കേട്ടോ. അതുതന്നെയല്ലേ, മധുരമുള്ളതും കൂടെ ആയതുകൊണ്ട് കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെടുകയും ചെയ്യും. ഇത് നമ്മൾ 2 രീതിയിലാണ് ഇവിടെ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ റവയെല്ലാം നല്ലവണ്ണം ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇത് കണ്ടോ, ശരിക്കും ആ ഒരു കൺസിസ്റ്റൻസി എനിക്ക് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ഞാൻ കുറച്ച് ചൂടുവെള്ളം കൂടി ഒഴിച്ച് കുഴച്ച് കൊടുക്കുന്നുണ്ടേ. നമ്മളിങ്ങനെ ഇത് കുഴച്ചെടുക്കുമ്പോൾ ഏകദേശം നല്ലപോലെ നമ്മൾ ദോശമാവൊക്കെ കലക്കത്തില്ലേ, ആ ഒരു പരുവത്തിൽ വേണം നമുക്ക് കിട്ടാൻ വേണ്ടി. ഇതിപ്പോൾ ഇങ്ങനെയല്ല, നമ്മളിത് മിക്സിയിലിട്ട് അടിച്ചിട്ടാണ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതിന് മുന്നേ ഉള്ളൊരു മിക്സിംഗ് ആണിത്. അപ്പോൾ നമ്മളത് എത്രത്തോളം ലൂസാക്കി എടുക്കാവോ അത്രത്തോളം ലൂസാക്കി എടുക്കുക. കാരണം ഇരിക്കുന്തോറും റവ ഇങ്ങനെ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് ഇച്ചിരി വെള്ളം കൂടിപ്പോയാലും കുഴപ്പമില്ല, ഒരു 5 മിനിറ്റ് അവിടെ മൂടി വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഇത് കണ്ടില്ലേ, നിങ്ങളോട് സംസാരിച്ചുകൊണ്ട് തന്നെ ഞാൻ കുറേയേറെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എനിക്ക് കുറേയേറെ വെള്ളത്തിൻ്റെ ആവശ്യം വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് ഇത് ഒഴിവാക്കാൻ വേണ്ടി നിങ്ങൾക്ക് ശർക്കരപ്പാനി ഉണ്ടാക്കത്തില്ലേ, അന്നേരം കുറച്ച് അധികം വെള്ളം എടുത്താലും മതി. അതിന് 1 നൂൽപ്പരുവോ 2 നൂൽപ്പരുവോ അങ്ങനെയൊന്നും ആവശ്യമില്ലാത്തതുകൊണ്ട് തന്നെ ഇപ്പോൾ ശർക്കരപ്പാനി ഉണ്ടാക്കുമ്പോൾ കുറച്ചേറെ വെള്ളം എടുത്ത് ഒന്ന് കലക്കിയെടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ എക്സ്ട്രാ ചൂടുവെള്ളത്തിൻ്റെ ആവശ്യം വരുന്നില്ല. അപ്പോൾ എനിക്കിവിടെ എക്സ്ട്രാ ചൂടുവെള്ളം ഞാൻ എടുത്തായിരുന്നു. അത് ചെറിയ ലൂക്ക് വാം വാട്ടർ കേട്ടോ. പിന്നെ ഇത് നമുക്ക് നല്ലവണ്ണം ഒന്ന് ഇതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം. ഇനി ഞാനിവിടെ ഇട്ട് കൊടുക്കുന്ന ഒരു 1/2 ടീസ്പൂൺ സോഡാപ്പൊടി കേട്ടോ, ബേക്കിംഗ് സോഡ. അപ്പോൾ ആ ബേക്കിംഗ് സോഡയും കൂടി ഇട്ടതിന് ശേഷം നമുക്ക് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്യാം. അത് കണ്ടില്ലേ, ഇപ്പം നല്ലവണ്ണം തന്നെ മിക്സായി. ഇപ്പോൾ അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി കണ്ടോ. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെ വെള്ളം കൂടുതലാണെങ്കിൽ ഒരു 5 മിനിറ്റ് മൂടി വെച്ചാൽ മതി. അത് ഏകദേശം നല്ല രീതിയിൽ തന്നെ റവ വലിച്ചെടുത്തോളും വെള്ളമെല്ലാം കേട്ടോ. ഇനി നമുക്കൊരു മിക്സിയുടെ ജാറിനകത്തേക്ക് ഒഴിച്ചിട്ട് ജസ്റ്റ് ഒരുപാടിട്ട് അരയ്ക്കണ്ട, ഒന്ന് ജസ്റ്റ് അടിച്ചെടുത്തിട്ട് വരാവേ. ഇപ്പോൾ ഇതുണ്ടല്ലേ, ഈ ഒരു പരുവത്തിൽ വേണം നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. ഇതാണ് ദോശമാവിനൊക്കെ നമ്മൾ കുഴയ്ക്കുന്ന ആ ഒരു പരുവ കേട്ടോ. അപ്പോൾ സോഡാപ്പൊടിയും കൂടെ ഇട്ടതുകൊണ്ട് നല്ല സ്മൂത്തായിട്ട് തന്നെ നമുക്ക് മാവ് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു പാനടുപ്പിൽ വെക്കുക. എണ്ണ ഒഴിച്ച് ചൂടായതിന് ശേഷം നമുക്ക് ഓരോന്നായിട്ട് ഇതുപോലെ ചുട്ടു കൊടുക്കാം. ഏകദേശം നെയ്യപ്പം ചൂടുന്ന പോലെ തന്നെ ഇതുപോലെ ഒഴിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ചൂടായ എണ്ണ ഇതുപോലെ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ മുകൾ വശം നല്ലവണ്ണം പൊങ്ങി കിട്ടും കേട്ടോ.
ഈ ഒരു സമയത്ത് നിങ്ങൾ ഒരുപാട് ലോ ഫ്ലെയിമിലും അല്ല എന്നാൽ മീഡിയം ഫ്ലെയിമിലും അല്ലാത്തൊരു ലോ ടു മീഡിയത്തിൻ്റെ സെൻട്രലായിട്ട് നിങ്ങൾ വെക്കണേ. കാരണം എണ്ണ നമുക്ക് നല്ലപോലെ ചൂടാവുകയും ചെയ്യണം, എന്നാലേ അത് നല്ലവണ്ണം പൊങ്ങി വരത്തുള്ളൂ. പിന്നെ എണ്ണ ഒരുപാട് ചൂടായിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും, അതിൻ്റെ ഉള്ളിലെ ഒന്നും തന്നെ വേവത്തുമില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഏകദേശം മീഡിയം ടു ലോ ഫ്ലെയിമിൽ അതിൻ്റെ സെൻട്രലായിട്ട് വെക്കാൻ പറഞ്ഞത്. ഇപ്പോൾ ഇതുണ്ടല്ലോ, നമ്മൾ ഈ എണ്ണ ഇതുപോലെ ഇതിൻ്റെ മുകളിൽ കോരി ഒഴിച്ച് ഏകദേശം ഈ ഒരു കളർ ആകുമ്പോഴത്തേനും നമുക്ക് എടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഒരെണ്ണോടെ ഒന്ന് ചുട്ടെടുക്കാം കേട്ടോ. ഇപ്പോൾ ജസ്റ്റ് നമ്മൾ ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മതി, നമുക്ക് നല്ല ഷേപ്പിൽ തന്നെ കിട്ടുകയും ചെയ്യും. പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു നല്ല റൗണ്ട് ഷേപ്പൊക്കെ കിട്ടാൻ കുഴിയൻ തവിയോ അങ്ങനെയൊക്കെ വെച്ച് കുറേ നേരം എണ്ണയിൽ വെച്ച് ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് ഒഴിക്കുവാണെങ്കിൽ നല്ല റൗണ്ട് ഷേപ്പിൽ തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ ഇങ്ങനെ തന്നെ ഒഴിച്ചാൽ മതി, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മൾ ഇതുപോലെ ചൂടായ എണ്ണ അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ കോരി ഒഴിക്കുമ്പോഴത്തേനും നല്ലവണ്ണം പൊങ്ങി വരുന്നുണ്ട്. ഇത് കണ്ടില്ലേ? അപ്പം നമ്മൾ ഇതുകൊണ്ട് തന്നെ കുറച്ചേറെ തന്നെ ചുട്ടെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇത് ആവിയിൽ വേവിക്കുന്നതാണ് കാണിക്കുന്നത്. അപ്പോൾ ഒരുപാട് ഈ എണ്ണയിൽ വറുത്ത് ഉപയോഗിക്കണ്ടല്ലോ എന്ന് ഓർത്തിട്ട് ഞാൻ ജസ്റ്റ് വീഡിയോ പിടിക്കാൻ വേണ്ടി മാത്രമുള്ളത് മാത്രമേ എണ്ണയിൽ വറുത്തെടുത്തിട്ടുള്ളൂ കേട്ടോ. ഒരു 3-4 എണ്ണം മാത്രമേ എണ്ണയിൽ വറുത്തിട്ടുള്ളൂ. പിന്നെ ഞാൻ ആവിയിൽ അത് വേവിച്ചെടുക്കുമായിരുന്നേ. നമ്മൾ ആവി കയറ്റി വേവിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ഇഡലി പാത്രമാണ് എടുത്തത്. നിങ്ങൾക്ക് വട്ടയപ്പം ഉണ്ടാക്കുന്ന പോലെ ഒറ്റയടിക്ക് വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാം, പക്ഷേ ഒരു ഷേപ്പിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ ഇഡലി പാത്രമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ കുറച്ചുകൂടെ ഹെൽത്തി ആയിട്ടുണ്ടാക്കാൻ നമ്മൾ ആവിയിൽ വേവിച്ചെടുക്കുന്നതന്നെ, ഒരുപാട് എണ്ണയിൽ വറുത്തതും പൊരിച്ചതും ഒന്നും കഴിക്കാത്തത് തന്നെയാണല്ലോ നല്ലത്. അപ്പം പിന്നെ കുറച്ചുകൂടെ എനിക്ക് ഇഷ്ടപ്പെട്ടതും ആവിയിൽ വേവിച്ചെടുത്തത് തന്നെയാണ്. ഇതിപ്പോൾ ഞാൻ ആ ഇഡലി പാത്രത്തിൻ്റെ തട്ടിൽ അതിൽ എണ്ണയൊക്കെ തേച്ചതിന് ശേഷം ജസ്റ്റ് ഒന്ന് ആവി കയറാൻ വേണ്ടി വെച്ചതാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ നമ്മൾ വെക്കുന്ന സമയത്ത് ഇതിൻ്റെ അടിയിൽ പിടിക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനതൊന്ന് ആദ്യം തന്നെ ആവി കയറ്റിയെടുത്തതിന് ശേഷം പിന്നെയാണ് അതിലേക്ക് ഞാൻ മാവ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പം നിങ്ങളുടെയൊക്കെ ഇഡലി ഉണ്ടാക്കുന്ന സമയത്തും അടിയിൽ പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ജസ്റ്റ് ഒന്ന് ആവി കയറ്റിയതിന് ശേഷം ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അടി പിടിക്കത്തില്ല കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ മാവ് ഒഴിച്ചു കൊടുക്കാം. എണ്ണ തേച്ചതിന് ശേഷമാണ് ഞാൻ ഇതുപോലെ ആവി കയറ്റാൻ വേണ്ടി ആ ഇഡലി തട്ട് വെച്ചത് കേട്ടോ. അപ്പോൾ അങ്ങനെ വെക്കുകയാണെങ്കിൽ ഒട്ടും അടി പിടിക്കാതെ തന്നെ നമുക്ക് നല്ല സ്മൂത്തായിട്ട് തന്നെ ഇഡലിയൊക്കെയും കുത്തിയെടുക്കാൻ പറ്റും. അപ്പോൾ എനിക്ക് ശരിക്കും 6 എണ്ണം ഇതുപോലെ ആവിയിൽ വേവിച്ചെടുക്കാനുള്ള 6 എണ്ണം ഉണ്ടാക്കാനുള്ള മാവുണ്ടായിരുന്നു കേട്ടോ. മറ്റേത് ഞാൻ കുറച്ചേറെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ 1.5 കപ്പേ ഉള്ളെന്ന് ഓർക്കണം. 1 കപ്പ് റവയും അതുപോലെ 1/2 കപ്പ് ഗോതമ്പ് മാവും ഇത്രയും കൊണ്ട് ഉണ്ടാക്കിയതാണ്. അത്യാവശ്യം ഏറെ തന്നെ നമുക്കുണ്ടായിരുന്നു. അപ്പോൾ ഇതാ നമ്മളിതെല്ലാം ഒഴിച്ചു കൊടുത്ത് നമ്മളിതൊന്ന് മൂടി വെക്കുന്നുണ്ട്. ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും ഇതാ നല്ല പൊങ്ങി നല്ല അസലായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇതിന് മുന്നേ ഇതുപോലെ ഒരു പലഹാരം ഞാൻ ഉണ്ടാക്കിയിട്ടിട്ടുണ്ട്. അത് വേറൊരു രീതിയിലായിരുന്നു കേട്ടോ, റവയല്ല അരിപ്പൊടിയായിരുന്നേ. അപ്പോൾ ഇത് കണ്ടില്ലേ, നമുക്ക് വെന്തോന്നൊന്ന് കുത്തി നോക്കാം. അപ്പോൾ നല്ലവണ്ണം വെന്ത് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്കൊരു സ്റ്റിക്ക് വെച്ചിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ എങ്ങനെ, ഞാൻ ഇപ്പോൾ ജസ്റ്റ് ഒരു കത്തി യൂസ് ചെയ്തേ ഉള്ളൂ. കണ്ടില്ലേ, നല്ലവണ്ണം വെന്ത് തന്നെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്ന് തണുത്ത് കഴിഞ്ഞതിന് ശേഷം നമുക്കതൊന്ന് എടുക്കാം. ഇത് കണ്ടില്ലേ, 7 എണ്ണം ഞാൻ ഇത് എണ്ണയിൽ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 6 എണ്ണം മറ്റേ നമ്മൾ ആവിയിൽ വേവിച്ചത്, ഫുള്ള് തന്നെ ഞാൻ വെച്ചിട്ടില്ല, 4 എണ്ണേ ഞാൻ വെച്ചിട്ടുള്ളൂ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടിയിട്ട്. കണ്ടോ, നല്ല സ്മൂത്തായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ? അപ്പോൾ ഈ 2 പലഹാരങ്ങൾ നമ്മൾ ആ ഒറ്റൊരു കപ്പ് റവയിലും അതുപോലെ തന്നെ 1/2 കപ്പ് ഗോതമ്പിലും ഉണ്ടാക്കിയെടുത്താണേ. പെട്ടെന്ന് തന്നെ നമുക്കിത് കലക്കി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കാം. കണ്ടോ, അതിനുള്ളൊക്കെ നല്ലവണ്ണം വെന്തിട്ടുണ്ട്. അതുപോലെ തന്നെ ആവിയിൽ വേവിച്ചത് നല്ല വെന്ത് നല്ല സ്മൂത്തായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. സബ് ചെയ്യാത്ത കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ ആയിട്ട് വരും വരേക്കും എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. എൻ്റെ ചാനലിൽ കയറി എല്ലാ വീഡിയോസും കാണാൻ ശ്രമിക്കുക. ടാറ്റാ.